അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ കരീം വ അലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ റബ്ബിശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബദർ യുദ്ധം എന്നുള്ള 12ാമത്തെ അധ്യായത്തിന്റെ അവസാനത്തെ മൊഡ്യൂളിലാണ് നമ്മൾ. കഴിഞ്ഞ മൊഡ്യൂളിൽ ബദറിലെ ബന്ദികളെ എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ചുള്ള ചർച്ച നടക്കുന്നതിനെക്കുറിച്ച് നമ്മൾ പറയുകയുണ്ടായി. ആ ചർച്ചകൾക്കൊടുവിൽ ബന്ദികളെ മോചനദ്രവ്യം വാങ്ങി വിട്ടയക്കാം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുകയാണ്. ബന്ദികളുടെ കൂട്ടത്തിൽ ഒരു കവിയുണ്ടായിരുന്നു. അബു ഉസ്സ അംറുബ്നുൽ ഉമൈർ എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തെത്തിയിട്ട് പറയുകയാണ്, എനിക്ക് 5 പെൺമക്കളാണുള്ളത്. അവർക്ക് ജീവിക്കാൻ വകയൊന്നുമില്ല. അതിനാൽ അവരെ വിചാരിച്ച് എന്നോട് ദയ കാണിക്കണം. ഇനി ഒരിക്കലും താങ്കൾക്കെതിരെ യുദ്ധം ചെയ്യുകയില്ലെന്ന് ഞാനിതാ ദൃഢപ്രതിജ്ഞ ചെയ്യുകയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന് മാപ്പ് നൽകുകയാണ്. മോചനദ്രവ്യം വാങ്ങാതെ വിട്ടയക്കപ്പെട്ട ഏക ബന്ദിയും ഇയാൾ മാത്രമായിരുന്നു. എന്നാൽ ഇയാൾ ആ പ്രതിജ്ഞ നിറവേറ്റിയില്ല. അടുത്ത വർഷം നടന്ന ഉഹുദ് യുദ്ധത്തിൽ ഇയാൾ പങ്കെടുക്കുകയും അതിൽ വീണ്ടും ബന്ദിയാക്കി പിടിക്കപ്പെടുകയും ചെയ്തു. അതിനെ തുടർന്ന് അയാളെ വധിക്കുകയാണ് ഉണ്ടായത്. സൂറത്തുൽ അൻഫാലിന്റെ 67ാമത്തെ ആയത്ത്, ഒരു പ്രവാചകനും നാട്ടിൽ ശക്തി പ്രാപിക്കുന്നതുവരെ യുദ്ധത്തടവുകാരുണ്ടായിരിക്കുവാൻ പാടുള്ളതല്ല. നിങ്ങൾ ഇഹലോകത്തെ ക്ഷണികമായ നേട്ടം ആഗ്രഹിക്കുന്നു. അല്ലാഹു ആകട്ടെ പരലോകത്തെയും ഉദ്ദേശിക്കുന്നു. മദീനയിൽ ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ മക്കക്കാർക്കേറ്റ പരാജയത്തിന്റെ വാർത്തയുമായി ഹൈസ്മാൻ ബിൻ അബ്ദുള്ള മക്കയിൽ എത്തിച്ചേരുകയാണ്. അയാൾ കൊണ്ടുവന്ന വാർത്ത വിശ്വസിക്കാൻ മക്കക്കാർ ആദ്യം തയ്യാറായില്ല. മക്ക തകർന്നിരിക്കുന്നുവെന്നോ മക്ക നേതാക്കളും ഖുറേഷി പ്രമുഖരും വധിക്കപ്പെട്ടിരിക്കുന്നുവെന്നോ ആ ഒരു വാർത്ത ഉൾക്കൊള്ളാൻ അവർക്ക് കഴിയുമായിരുന്നില്ല. ഈ വാർത്തയുടെ ആഘാതത്തിൽ അബൂലഹബിന് അസുഖം ബാധിച്ചു. അടുത്ത 7 ദിവസം കഴിഞ്ഞപ്പോഴേക്കും അയാൾ മരണമടയുകയും ചെയ്തു. ഖുറൈശികൾ കൂടിയാലോചിക്കുകയാണ്, മരണപ്പെട്ടവരുടെ പേരിലുള്ള വിലാപച്ചടങ്ങ് വേണ്ടെന്ന് വെക്കാം. കാരണം ആ ഒരു വാർത്ത മദീനയിൽ എത്തിക്കഴിഞ്ഞാൽ മുസ്ലിങ്ങൾ തങ്ങളെ കളിയാക്കും. അവർക്കേറ്റ മാനഹാനി അവർ നിശബ്ദം സഹിക്കുകയാണ്. ബന്ദികളെ അന്വേഷിച്ച് പോകേണ്ടതില്ല എന്നും അവർ തീരുമാനിക്കുകയാണ്. കാരണം അന്വേഷിച്ചു പോയി കഴിഞ്ഞാൽ മോചനദ്രവ്യം കൂടുതൽ ചോദിക്കാൻ മുസ്ലിങ്ങൾക്കത് പ്രചോദനമേകും. എന്നാൽ അധികം താമസിയാതെ തന്നെ സുഹൈൽ ഇബ്നു അംറിന്റെ മോചനദ്രവ്യവുമായി ഒരാൾ മദീനയിൽ എത്തുകയാണ്. ഖുറൈശികളുടെ പ്രാസംഗികൻ അഥവാ ഖതീബ് ഖുറൈഷ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് സുഹൈൽ ഇബ്നു അംർ. അദ്ദേഹം സുരക്ഷിതനായി മടങ്ങിപ്പോകുന്നത് ഉമർ റളിയല്ലാഹു അൻഹുവിന് ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമീപിച്ചിട്ട് ചോദിക്കുകയാണ്, അല്ലയോ റസൂലേ, സുഹൈലിന്റെ വാചാലത ഇനി ഒരിക്കലും താങ്കൾക്കെതിരായി പ്രയോഗിക്കാതിരിക്കാൻ വേണ്ടി അയാളുടെ മുൻനിരയിലെ പല്ലുകൾ ഞാൻ അടർത്തിക്കളയട്ടെയോ? എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ തടയുകയാണ് ചെയ്തത്. എന്നിട്ട് പറയുകയാണ്, ഉമർ, നാളെ സുഹൈൽ താങ്കളെ സന്തോഷിപ്പിക്കുന്ന പ്രസംഗം ചെയ്തുകൂടായികയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ പ്രവചനം സത്യമായി പുലരുകയും ചെയ്തു. വർഷങ്ങൾക്ക് ശേഷം മികച്ച പ്രാസംഗികനായ സുഹൈൽ ഇബ്നു അംർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നുവന്നു. ഈ ബന്ദികളുടെ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുത്രി സൈനബ് റളിയല്ലാഹു അൻഹയുടെ ഭർത്താവായ അബുൽ ആസും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മോചനത്തിനു വേണ്ടി സൈനബ് റളിയല്ലാഹു അൻഹ മോചനദ്രവ്യം ഒരു ദൂതന്റെ കയ്യിൽ കൊടുത്തുവിടുകയുണ്ടായി. ആ കൂട്ടത്തിൽ ഒരു മാലയും ഉണ്ടായിരുന്നു. അത് ഖദീജ റളിയല്ലാഹു അൻഹയുടെ മാലയായിരുന്നു. മകളുടെ വിവാഹവേളയിൽ അവർ മകൾക്ക് സമ്മാനമായി നൽകിയ മാലയായിരുന്നു അത് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വല്ലാത്ത ദുഃഖം തോന്നി. സൈനബിന് അവകാശപ്പെട്ട ആ തടവുകാരനെ വിട്ടയക്കാനും അവൾ കൊടുത്തയച്ച ധനം തിരികെ കൊടുക്കാനും നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ അങ്ങനെ ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികളോടായി പറയുകയാണ്. അതിനെ തുടർന്ന് അബുൽ ആസിനെ വിട്ടയക്കാൻ തീരുമാനിക്കുകയാണ്. സൈനബ് റളിയല്ലാഹു അൻഹയുമായിട്ടുള്ള വിവാഹബന്ധം മോചിപ്പിക്കാം എന്നുള്ള ഉറപ്പിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബുൽ ആസിനെ മക്കയിലേക്ക് മടങ്ങാൻ അനുവദിക്കുകയാണ്. കാരണം ദമ്പതികളിലൊരാൾ ഇസ്ലാം മതം സ്വീകരിച്ചിരിക്കെ ആ ബന്ധത്തിന് സാധുതയുണ്ടായിരുന്നില്ല. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹുവിനെയും മറ്റൊരു സ്വഹാബിയെയും മക്കയിലേക്ക് അയച്ച് സൈനബ് റളിയല്ലാഹു അൻഹയെ മദീനയിലേക്ക് തന്നെ വരുത്തുകയുണ്ടായി. കുറച്ചു നാളുകൾക്ക് ശേഷം അബുൽ ആസ് ഖുറൈശികളുടെ ധനവുമായി ഷാമിലേക്ക് കച്ചവടയാത്ര പുറപ്പെട്ടു. എന്നാൽ മദീനയുടെ സമീപത്തുകൂടി കടന്നു പോകുമ്പോൾ മുസ്ലിങ്ങളുടെ ഒരു സൈന്യം ആ ധനം പിടിച്ചെടുത്തു. അബുൽ ആസ് സൈനബ് റളിയല്ലാഹു അൻഹയെ സമീപിച്ചിട്ട് സഹായം അഭ്യർത്ഥിച്ചു. സൈനബ് റളിയല്ലാഹു അൻഹയുടെ ഇടപെടൽ മൂലം അബുൽ ആസിന് സ്വത്തുക്കളൊക്കെ തിരിച്ചു കിട്ടി. അദ്ദേഹം മക്കയിൽ തിരിച്ചെത്തി ധനം മുഴുവൻ അതിന്റെ അവകാശികളെ ഏൽപ്പിച്ചു. അതിനുശേഷം ചോദിക്കുകയാണ്, ഖുറൈശികളെ, നിങ്ങളിൽ ആരുടെയെങ്കിലും ധനം ഇനി എന്റെ പക്കൽ അവശേഷിച്ചിട്ടുണ്ടോ? ഇല്ല, താങ്കൾ സത്യസന്ധനും മാന്യനുമാണ് എന്ന് അവർ മറുപടി പറഞ്ഞു. അപ്പോൾ അബുൽ ആസ് പ്രഖ്യാപിക്കുകയാണ്,
ഇബാദത്തിന് അർഹനായി അള്ളാഹു അല്ലാതെ മറ്റൊരു ഇലാഹുമില്ലെന്നും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ അടിമയും ദൂതനുമാണെന്നും ഞാനിതാ സാക്ഷ്യം വഹിക്കുന്നു. ഞാൻ ഇതുവരെ എൻ്റെ ഇസ്ലാം പ്രഖ്യാപിക്കാതിരുന്നത് നിങ്ങളുടെ പണവും തട്ടി കടന്നുകളഞ്ഞു എന്ന് നിങ്ങൾ ധരിച്ചേക്കുമോ എന്ന ഭയം മൂലമാണ്. നിങ്ങളുടെ ധനമെല്ലാം തിരിച്ചു നൽകാൻ അള്ളാഹു എന്നെ സഹായിച്ചു. എല്ലാ ബാധ്യതയിൽ നിന്നും മുക്തനായപ്പോൾ ഞാൻ ഇസ്ലാം ആശ്ലേഷിക്കുകയാണ്. അങ്ങനെ അബുൽ ആസ് മദീനയിലേക്ക് തന്നെ മടങ്ങിയെത്തി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സൈനബ് റളിയല്ലാഹു അൻഹയെ അദ്ദേഹത്തിന് തന്നെ നൽകുകയും ചെയ്തു. മദീനയിൽ ബന്ദികളുടെ മോചനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മോചനദ്രവ്യം നൽകാൻ കഴിവില്ലാത്ത കുറച്ചുപേർ അക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. മുസ്ലിങ്ങൾക്ക് എഴുത്തും വായനയും പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ള നിർദ്ദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് നൽകി. അതിനുശേഷം അവരെ മോചനദ്രവ്യമൊന്നുമില്ലാതെ തന്നെ പോകാൻ അനുവദിക്കുകയും ചെയ്തു. ബദറിലെ പരാജയം ഖുറൈശികളിൽ ഏൽപ്പിച്ച മുറിവ് വളരെ വലുതായിരുന്നു. 1 മാസക്കാലം ഖുറൈശി വനിതകൾ മരണമടഞ്ഞവരുടെ പേരിൽ വിലപിച്ചുകൊണ്ടേയിരുന്നു. അവർ സ്വന്തം തലമുടി പിഴുതെറിയുകയും വധിക്കപ്പെട്ടവരുടെ ഒട്ടകത്തെയോ കുതിരയോ കൊണ്ടുവന്നിട്ട് അവയ്ക്ക് ചുറ്റും അലമുറയിട്ടുകൊണ്ട് നടക്കുകയും ചെയ്തു. കൂട്ടത്തിൽ ഒരാൾ മാത്രമേ അതിനൊരു അപവാദമായിട്ടുണ്ടായിരുന്നുള്ളൂ. ഉത്ബ ബിൻ റബീഅയുടെ മകളായ ഹിന്ദ് ആയിരുന്നു അത്. അബൂ സുഫ്യാന്റെ പത്നിയാണ്. ബദറിന്റെ തുടക്കത്തിൽ തന്നെ മരണമടഞ്ഞ ഉത്ബ ബിൻ റബീഅ, സഹോദരൻ ഷെയ്ബ, മകൻ വലീദ് 3 പേരും ഹിന്ദിന്റെ ബന്ധുക്കളാണ്. ചില സ്ത്രീകൾ ഹിന്ദിനെ സമീപിച്ചിട്ട് ചോദിക്കുകയാണ്, നീ അവർക്ക് വേണ്ടി വിലപിക്കുന്നില്ലേ? അതിന് മറുപടിയായി ഹിന്ദ് പറയുകയാണ്, ഞാൻ വിലപിച്ചാൽ ആ വാർത്ത മദീനയിലെത്തും. അവർ എന്നെ ആക്ഷേപിക്കും. ഖസ്റജ് ഗോത്രത്തിലെ സ്ത്രീകൾ എന്നെ പരിഹസിക്കും. മുസ്ലിങ്ങളോട് യുദ്ധം ചെയ്യുന്നതുവരെ വിശിഷ്ടമായിട്ടുള്ള ആഹാരങ്ങൾ എനിക്ക് നിഷിദ്ധമാണ്. എന്റെ പ്രിയപ്പെട്ടവരുടെ ഘാതകരോട് പ്രതികാരം ചെയ്യുന്നത് സ്വന്തം കണ്ണുകൾ കൊണ്ട് കണ്ടാലല്ലാതെ എന്റെ ദുഃഖം ശമിക്കുകയില്ല. അങ്ങനെ ആളുകളെ ഇളക്കി വിട്ടുകൊണ്ട് ഉഹുദ് യുദ്ധമാകുന്നതുവരെയും ഹിന്ദ് നാളുകൾ കഴിച്ചുകൂട്ടുകയാണ്. ബദർ യുദ്ധം മുസ്ലിങ്ങൾക്ക് നൽകുന്ന ചില പാഠങ്ങളുണ്ട്. ഒന്നാമത്തേത് ദുആയുടെ പ്രാധാന്യമാണ്. യുദ്ധത്തിന്റെ തലേദിവസം മുസ്ലിങ്ങൾ പ്രാർത്ഥനാ ഭരിതരായി സമയം കഴിച്ചു. യുദ്ധത്തിനിടയിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം നടക്കുന്ന ഒരു യുദ്ധമാണ്. അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകനാണ്. എന്നിട്ട് പോലും വീണ്ടും 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 അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടേയിരുന്നു. അതിൽ നിന്നും നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു പാഠമുണ്ട്, ജീവിതത്തിൽ ദുആയുടെ പ്രാധാന്യം. രാവിലെ ഉറക്കമുണരുമ്പോൾ നമ്മൾ പറയുന്ന അൽഹംദുലില്ലാഹില്ലദീ അഹ്യാന ബഅദമാ അമാതന വ ഇലൈഹിൻ നുശൂർ, നമ്മെ മരിപ്പിച്ചതിന് ശേഷം ജീവിപ്പിച്ച അള്ളാഹുവിനാണ് എല്ലാ സ്തുതിയും. അവനിലേക്കാണ് നമ്മളുടെ ഉയർത്തെഴുന്നേൽപ്പ്. ഉറക്കം എന്ന് പറയുന്നത് ഒരു മരണമാണ്. അതിനുശേഷം നമ്മളെ ജീവിപ്പിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സ്തുതിച്ചുകൊണ്ടാണ് നമ്മളുടെ ഓരോ ദിനവും ആരംഭിക്കേണ്ടത്. നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ ഓരോ സന്ദർഭങ്ങളിലും ചൊല്ലേണ്ട ദുആകൾ നമ്മൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതൊക്കെ നമ്മളുടെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബദറിൽ നിന്നും പഠിക്കേണ്ട മറ്റൊരു കാര്യം, മുസ്ലിങ്ങളുടെ എണ്ണം കേവലം 313 മാത്രമായിരുന്നു. അതായത് ഖുറൈശികളെ അപേക്ഷിച്ച് 1/3 മാത്രം. ആ ചെറു സംഘത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയം നൽകുകയായിരുന്നു. നേരായ നിയത്തും ആത്മാർത്ഥമായ പരിശ്രമവും പ്രാർത്ഥനയും ഉണ്ടെങ്കിൽ ഏത് ബുദ്ധിമുട്ടിലും പ്രയാസത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായം ലഭിക്കും എന്നുള്ളതിന്റെ ഒരു തെളിവ് കൂടിയാണ് ബദർ. ഈ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. 13ാമത്തെ അധ്യായം ബദർ മുതൽ ഉഹുദ് വരെ എന്നുള്ളത് അടുത്ത മൊഡ്യൂളിൽ നമുക്ക് സംസാരിക്കാം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.